എല്ലാവരെയും ഒരിക്കൽ കൂടി ഭാഗമായി സ്വാഗതം ചെയ്യും. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടിപ്പട്ടാളത്തിന് വേണ്ടിയുള്ള ഒരു സ്നാക്കാണ്. 4 മണി പലഹാരമാണ് മോഹനവളയം. നമ്മൾ 2 രീതിയിൽ ഇവിടെ മോഹനവളയം തയ്യാറാക്കും. ഒന്ന് സ്റ്റീം ചെയ്തിട്ടും മറ്റൊന്ന് ഫ്രൈ ചെയ്തിട്ടും. 2 കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എങ്ങനെയാണ് മോഹനവളയം ഉണ്ടാക്കുന്നത്, നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായതെന്ന് നോക്കാം. 1/2 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സാമാന്യം വലിയൊരു തേങ്ങയുടെ പീരെടുത്തിട്ടുണ്ട്. ഒരു മുറി ചിരണ്ടിയത് മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റൊരു മുറി ചിരണ്ടിയത് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയുണ്ട്, ചെറുപഴമുണ്ട്. ചെറുപഴം എന്ന് പറയുമ്പോൾ ഇത് തീരെ ചെറിയ വീട്ടിലുണ്ടായൊരു കൊലയാണ്, അതുകൊണ്ടാണ് ഇത് തീരെ ചെറിയ പഴമായി പോയത്. നിങ്ങളൊരു സാമാന്യം വലിപ്പമുള്ള ഒരു 2-3 ഞാലിപ്പൂവൻ പഴം എടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. നമ്മുടെ ചെറിയ പഴം ഇതുപോലെ കൈകൊണ്ട് നല്ലവണ്ണം ഉടച്ചെടുക്കുക. ഇനി ഞാലിപ്പൂവൻ പഴം അല്ലെങ്കിൽ പാളയംകുടം പഴമാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ നല്ലവണ്ണം പഴുത്ത ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഉടച്ച പഴം അരിപ്പൊടിയിലേക്ക് ചേർക്കാം. 1/2 മുറി തേങ്ങയുടെ പീര, കുറച്ച് പഞ്ചസാര, ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് നല്ലവണ്ണം ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. കുറേശ്ശെ വേണം വെള്ളം ചേർത്തെടുക്കാൻ. വെള്ളം കൂടി പോകാൻ പാടില്ല. മാവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് കുറേശ്ശെ എടുക്കുക. ഒരു തിരി പോലെ ഉണ്ടാക്കുക. 2 അറ്റവും കൂട്ടിച്ചേർത്ത് ചെറിയ ചെറിയ റിങ്ങുകളാക്കി ഉണ്ടാക്കി വയ്ക്കുക. നമ്മുടെ മാവെല്ലാം വളയങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 1/2 മുറി തേങ്ങ ഇവിടെ ബാക്കിയിരിപ്പുണ്ട് അല്ലേ? ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നു. നല്ലവണ്ണം മിക്സ് ചെയ്യുന്നത്. കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള പലഹാരമായതുകൊണ്ടാണ് പഞ്ചസാരയെല്ലാം ഇങ്ങനെ ചേർക്കുന്നത്. പഞ്ചസാരയും തേങ്ങയും ചേർത്തിട്ടുള്ളൊരു പലഹാരമാണ്. ഇങ്ങനെ പഞ്ചസാരയും തേങ്ങാപ്പിരിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ഓരോ വളയങ്ങളും ഇതിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഓരോന്നും ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഓക്കെ, ഇങ്ങനെ തയ്യാറാക്കിയ ഓരോ മോഹനവളയങ്ങളും ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് എടുത്ത് വെച്ച് ആവിയിൽ വേവിക്കുക. കൊച്ചുകുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. എപ്പോഴും എണ്ണയിൽ തന്നെ വറുത്ത് എടുക്കുന്ന പലഹാരങ്ങൾ നമ്മളധികം കഴിക്കണ്ട. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് സ്റ്റീംഡ് ആയിട്ടുള്ള പലഹാരങ്ങളും നമുക്ക് കഴിക്കാം. ഇത്രയും മോഹനവളയങ്ങൾ ബാക്കിയുണ്ട്. ഇത് ഞാൻ എണ്ണയിലൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. എണ്ണയിൽ വറുത്തിട്ട് ചെറിയൊരു സൂത്രപ്പണിയുണ്ട്. നമ്മുടെ മോഹനവളയങ്ങൾ ആവിയിൽ വേവിക്കാൻ വെച്ചതിൻ്റെ ബാക്കി വറുത്തെടുത്തതാണിത്. നമ്മൾ നേരത്തെ എടുത്ത പഞ്ചസാരയിൽ ബാക്കിയുള്ള പഞ്ചസാര കൊണ്ട് ഞാൻ പഞ്ചസാര പാനി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ ഈ മോഹനവളയങ്ങൾ ഇടുന്നു. ഇതിന് മറ്റൊരു തരത്തിൽ മോഹനവളയങ്ങൾ തയ്യാറാക്കുന്നതാണ്.
രുചികരമായ മോഹനവളയങ്ങൾ റെഡിയായി കഴിഞ്ഞു. ഇത് സ്റ്റീംഡ് മോഹനവളയം, ഇത് നമ്മൾ എണ്ണയിൽ വറുത്തെടുത്തിട്ട് പഞ്ചസാരപ്പാനിയിൽ തയ്യാറാക്കിയ മോഹനവളയം. രണ്ടും ഒന്നിനൊന്ന് ബെറ്ററാണ്. കുട്ടികൾക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രുചികരമായ 2 നാലുമണി പലഹാരങ്ങൾ ഇവിടെ റെഡിയായി.